ചോദ്യം ചെയ്യും. സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടവരാണ് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ. അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് എറണാകുളം സ്വദേശിനിയായ ഡോക്ടർ PA മേരി അനിത. 12 വർഷമായി മേരി അനിതയുടെ ജീവിതം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സ്പെഷ്യൽ സ്കൂളുകളിൽ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം തുടങ്ങി. എന്നാൽ അവരിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല തന്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കിയ അനിത ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ കൗൺസിലിംഗിൽ കൂടി ശ്രദ്ധ നൽകി. അവരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് പിന്നീട് സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് എന്ന സംഘടനയുടെ അമരക്കാരിയായി പ്രവർത്തനം വിപുലീകരിച്ചു. എറണാകുളം, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ ശാഖകളുണ്ട്. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം. ശരീരം തളർത്താത്ത മനസ്സുമായി ജീവിക്കുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. ചെറിയ ചെറിയ വൈകല്യങ്ങൾക്കപ്പുറം ഇവരിലെ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുന്നതിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വനിതയാണ് മേരി അനിത. 2007 മുതൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള തീവ്രയത്നത്തിലാണ് മേരി. ഗവേഷണത്തിന്റെ ഭാഗമായാണ് മേരിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് മേരി ഇറങ്ങിച്ചെന്നു. ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം കേരളത്തിൽ കുറവായിരിക്കുമെന്ന മേരിയുടെ പ്രതീക്ഷ പക്ഷേ ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടതോടെ തിരുത്തപ്പെട്ടു. കേരളത്തിലെ ഭിന്നശേഷി കുട്ടികളെക്കുറിച്ചുള്ള ഓരോ അറിവും ഗവേഷണ വിഷയം ജീവിതമാക്കി മാറ്റാൻ മേരിയെ പ്രേരിപ്പിച്ചു. ഇത്തരം കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. പൊതു ഇടങ്ങളിൽ കാണുന്ന വളരെ ചുരുക്കം കുട്ടികളല്ല കേരളത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ എണ്ണത്തിന്റെ പ്രതിഫലനമെന്നത് മേരിയുടെ വലിയ തിരിച്ചറിവായിരുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ എണ്ണത്തിൽ കേരളം ഏറ്റവും മുന്നിലാണെന്ന് തിരിച്ചറിയുന്നത് അവരോടുള്ള കരുതലിന്റെയും പരിഗണനയുടെയും ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. സ്കൂളുകളിലായിരുന്നു മേരിയുടെ പ്രവർത്തനത്തിന്റെ ആരംഭം. പിന്നീട് സ്കൂളിൽ പോകാത്ത ഭൂരിപക്ഷം കുട്ടികളുടെയും വീടുകളിലും മേരി എത്തി. അമ്മമാർക്ക് പ്രത്യേക ക്ലാസുകൾ ആവശ്യമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് കൗൺസിലിംഗിനായി സൈക്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ചെയ്യാൻ മേരി തീരുമാനിച്ചത്. പിന്നീട് സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് എന്ന സ്ഥാപനം. എറണാകുളം ജില്ലയിൽ മാത്രം ഇതിൽ 1200 കുട്ടികൾ. യുണീക് മീ എന്ന പേരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാത്രമായി ഒരു ദിവസം സംഘടിപ്പിച്ചതോടെ ഇവർ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണെന്ന ബോധ്യം പലരിലുമുണ്ടായി. ആഘോഷങ്ങൾക്കെല്ലാം കുട്ടികളെ ഒപ്പം കൂട്ടിയും നഗരത്തിലെ എല്ലാ ഇടങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയും മെട്രോ ട്രെയിനും ബോട്ടും ഉൾപ്പെടെ എല്ലാ ഗതാഗത മാർഗങ്ങളും ഉപയോഗിക്കാൻ പരിശീലനം നൽകിയും മാളുകളിലും സർക്കാർ ഓഫീസുകളിലും കളക്ടറേറ്റിലും തിയേറ്ററിലും എല്ലാം കൊണ്ടുപോയും കുട്ടികളിൽ വലിയൊരു മാറ്റത്തിന് മേരി തുടക്കം കുറിച്ചു. പേരൻപ് എന്ന ചിത്രം മമ്മൂട്ടിക്കൊപ്പം കാണാനായത് കുട്ടികൾക്ക് ലഭിച്ച കൊച്ചു സമ്മാനം കൂടിയാണ് എന്നതിലേറെ സന്തുഷ്ടയാണ് മേരി. എല്ലാ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലും ഗവർണറുടെ പ്രത്യേക അതിഥിയായി രാജ്ഭവനിലേക്ക് മേരി അനിതയ്ക്ക് ക്ഷണം കിട്ടാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി തനിക്ക് പകരം 20 ഭിന്നശേഷിക്കാരായ കുട്ടികളെയും അവരുടെ അമ്മമാരെയും അയക്കുന്ന വലിയ മനസ്സും അനിതയെ വ്യത്യസ്തയാക്കുന്നു. ഭിന്നശേഷിയുള്ള കുഞ്ഞിന്റെ അമ്മ എന്ന നിലയിൽ അഭിമാനിക്കുന്ന സ്ത്രീകളെ കാണുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് മേരി പറയുന്നു. ഭിന്നശേഷി ദിനാചരണങ്ങളും ബോധവൽക്കരണവും പതിവായി നടക്കുന്നുണ്ടെങ്കിലും ശാരീരികവും മാനസികവുമായ പരിമിതികൾ മൂലം സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി ഇനിയും ഏറെ ചെയ്യണമെന്നതാണ് മേരിയുടെ ലക്ഷ്യം. ബിനീഷ, 24 സ്ത്രീ. ഡോക്ടർ PA മേരി അനിത, സ്വാഗതം 24 സ്ത്രീയിലേക്ക്. 4 PGകളുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ടൂറിസം മാനേജ്മെന്റിൽ ഒരു ഡോക്ടറേറ്റും. ഈ PG എന്ന് പറയുന്ന പല പല വിഷയങ്ങളിലാണ്. ജേർണലിസം അടക്കമുണ്ട്, സൈക്കോളജി ഉണ്ട്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഓൺടർപ്രന്യൂർഷിപ്പ്, അങ്ങനെ പല വിഷയങ്ങൾ, ക്ലിനിക്കൽ സൈക്കോളജി, അങ്ങനെ. ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളിലേക്ക് എത്തുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികളിലേക്ക് എത്തുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ PG ജേർണലിസം ചെയ്യുമ്പോൾ ഞാൻ ഹൈദരാബാദിലായിരുന്നു. ഇവരോടൊപ്പം ഒരു 3 മാസത്തോളം ചെലവഴിക്കാനിടയായി. അത് എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക്, ചിന്തയിലേക്ക് വിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ എനിക്കൊരു ബന്നി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. എല്ലാവരും അഗ്രസീവ് എന്നും ഒരിക്കലും ആർക്കും മാനേജ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിരുന്ന കുഞ്ഞ് എൻ്റെ അടുത്ത് എപ്പോഴും വളരെ ഞാൻ എന്തു പറയുന്നതും അനുസരിക്കാനും ചിരിക്കാനും ഒക്കെ വലിയ സന്നദ്ധ കാണിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കിയത് അവന് വേണ്ടത് ലവ് ആൻഡ് റെസ്പെക്റ്റ് എന്നാണ്. അത്രയും ചെറുപ്പത്തിലെ അവൻ്റെ ചിന്തയിൽ അതാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ പഠനവും കരിയറും ഒക്കെയായി ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയി തിരിച്ചു വരുമ്പോൾ
പിന്നെ ഇത്തരം കുഞ്ഞുങ്ങളെ കേരളത്തിലധികം കാണുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്തയിൽ. അതെൻ്റെ തെറ്റായ ധാരണയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണം 8.5 ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് കേരളത്തിലെന്നും എറണാകുളം ജില്ലയിൽ മാത്രം 79,000, അത് വന്ന് മലപ്പുറത്ത് നിൽക്കുമ്പോൾ 96,000 കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ ഇന്ന് സമൂഹത്തിൽ നിൽക്കുന്നത് 2 കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ആയിട്ടാണെങ്കിൽ അതെൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. എങ്കിലും ഈ കുഞ്ഞുമക്കളെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് ആലോചിച്ചാണ് അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളുകളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവിടെ എനിക്ക് ഒരുപാട് അമ്മമാരെ, ടീച്ചർമാരെ, കുഞ്ഞുമക്കളെ ഒക്കെ കാണാൻ പറ്റി. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായത് പാരൻസ് പലപ്പോഴും ഈ പൊതുവേദികളിൽ കൊണ്ടുവരാനായിട്ട് കുട്ടികളെ മടിക്കുന്നുണ്ട്. അതിന് ഒരു റീസൺ അമ്മ പറഞ്ഞത്, കാരണം ഇവർ ഭയങ്കര അഗ്രസീവാണ്, അവർ റിയാക്ട് ചെയ്യുന്നു പുറത്ത് സമൂഹത്തിലെ പലരെയും കാണുമ്പോൾ. അത് ഞാൻ പറയും ഇറ്റ്സ് എ ലേൺഡ് വണ്ണാണ്. കാരണം അവന് കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നോ അവൻ്റെ സിബ്ലിങ്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അയൽക്കാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവനെ അത് റിയാക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷനെ ഒരു ആക്ഷനാക്കി മാറ്റിയെടുക്കണമെങ്കിൽ അവൻ ആ കോൺഫിഡൻസ് കാണുന്ന ആരിലും ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. എന്നെയും കൂടി ചേർക്കുന്നതാണ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ള ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ലേൺഡിനെ അൺലേൺ ചെയ്യിക്കാനായിട്ട് ഒരു പ്രോഗ്രാം സോഷ്യലൈസിങ് എന്ന പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോഷ്യലൈസിങ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി സൊസൈറ്റി ആൻഡ് ദിസ് കൈൻഡ് ഓഫ് കിഡ്സ് ആൻഡ് ദി പാരൻസ്. അപ്പോൾ ഇപ്പോൾ ഹൈദരാബാദിൽ അങ്ങനെ ഒരു സെറ്റ് ഓഫ് കുട്ടികളുമായി അത്തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയിട്ടും അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ അവർ കാണിച്ചൊരു വ്യഗ്രത, അതിൽ നിന്നാണ് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഡോക്ടർ മേരി അനിതയ്ക്ക് ഉണ്ടായതല്ലേ. പിന്നീടാണ് പക്ഷേ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോലും അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു തലത്തിലേക്ക്, ഇതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ഇതായിരിക്കും എന്ന തരത്തിലേക്ക്, അതൊരു വലിയൊരു ചിന്താഗതിയാണ്, അതൊരു വലിയൊരു കാര്യമാണ്, മഹത് കാര്യമാണത്. പഠിച്ചതും ഇതുവരെ എടുത്ത ഡോക്ടറേറ്റും അതൊന്നും അല്ല, ഇനിയിപ്പോൾ ഇതിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു വഴിത്തിരിവല്ലേ. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെട്ട ആ ഒരു നിമിഷത്തെയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? I say it's because of my family and support. Because വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ പ്രൊജക്ട്സിനും ഇറ്റ്സ് കോസ്റ്റ്ലി അല്ലേ, ഫിനാൻസ് ഒരു വലിയ മാറ്ററാണ്. എൻ്റെ വീട്ടിലെ ബിഗ് എസ്, ഞാൻ അതിനെ അങ്ങനെയാണ് പറയാം, ആ എസ് എൻ്റെ ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും എൻ്റെ ഇൻലോസ് ആണെങ്കിലും അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിൽ എനിക്ക് തരുന്ന അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 2-3 ഐറ്റം കൂടുതലുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മയുടെ മക്കൾക്കാണോ എന്ന്. അപ്പോൾ ആ തരത്തിലേക്ക് എൻ്റെ മക്കളെ ഉയർന്നതാണ് എൻ്റെ ഒരു അനുഗ്രഹം. അപ്പോൾ അതാണ്. ഇപ്പോൾ ഒരു വൈക്കം വിജയലക്ഷ്മീനെ എൻ്റെ മക്കളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാൾ കൂടി ഇങ്ങനെ പാട്ട് പാടുന്ന കേട്ടിട്ട് എൻ്റെ ചെറിയ മോള് വന്നിട്ട് പറഞ്ഞു, അമ്മയുടെ ഒരു കുട്ടി നല്ല ഭംഗിയായിട്ട് പാടുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ വൈക്കം വിജയലക്ഷ്മിയാണ്. അപ്പോൾ അവർ ഇത്തരം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത് അമ്മയുടെ കുട്ടികളാണ് എന്നുള്ള എൻ്റെ മക്കളുടെ തിരിച്ചറിവ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, അതൊക്കെ തന്നെയാണ് എന്നെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഇതിൽ തന്നെ നിൽക്കുവാനും സഹായിച്ചത്. ആദ്യത്തെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ശരിക്കും പറയാം നിർത്തണമെന്ന് തോന്നിയൊരു നിമിഷങ്ങളുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനാവശ്യമാണെന്നുള്ളത് തന്നെ. പക്ഷേ എൻ്റെ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി എടുത്തു പോലും അപേക്ഷ കൊണ്ടുവന്ന് പാലക്കാട്ടിൽ നിന്ന് വരെ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഒരുപാട് അമ്മമാരെ കാണുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു വേദനയുമുണ്ട്. അതിലേറെ എന്നിൽ അവർ കാണിക്കുന്ന ആ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, അത് എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം ഐ എം ബ്ലെസ്ഡ് ആൻഡ് എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് മറ്റുള്ളവർക്കും കൂടി തന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന പോലെ ഒരു സോഷ്യൽ വർക്കല്ല ഞാൻ ചെയ്യുന്നത്.
I call it as a responsibility. It's a social responsibility because I'm blessed. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ദൈവാനുഗ്രഹത്താൽ എല്ലാവർക്കും അതിന് ഇപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് എൻജിനീയറിംഗ് കുട്ടികൾ ഇപ്പോൾ ഈ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ KME എൻജിനീയറിംഗിലെ കോളേജിൽ 50ഓളം കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ വർഷവും എനിക്ക് വരുന്നത് വോളണ്ടിയേഴ്സ്. ആ വോളണ്ടിയേഴ്സ് ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഐ ഡിസൈഡ് എവറിത്തിങ്, ഐ പ്ലാൻ എവറിത്തിങ്, ബട്ട് ഐ സേ ദേ ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ സമമായി ചിന്തിക്കുന്ന ഒരുപാട് പേര് ഒരേ ദിശയിലൂടെ സഞ്ചരിക്കാൻ പറ്റുമ്പോൾ ഒരുപാട് പേരിലേക്ക് അത് റീച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതെനിക്ക് ഒരിക്കലും വിട്ടു നിർത്തി പറയാൻ പറ്റില്ല. കാരണം ഓരോ കാര്യങ്ങളായിട്ട് ഓരോ പ്രൊജക്റ്റുകളായിട്ടാണെങ്കിലും ഞാൻ ഓരോരുത്തരെ സമീപിക്കുമ്പോൾ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ ഞാൻ സമീപിക്കുന്നത് എൻ്റെ മക്കളെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ആ സമയത്ത് സമയമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കേരളത്തിൽ ഞാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ കുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കും ആദ്യമെന്ന്. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പാലിച്ച് ആദ്യം കേരളത്തിൽ വന്ന് അദ്ദേഹം നേവി എയർപോർട്ടിൽ ഇറങ്ങിയ ആ നിമിഷം മുതൽ 1 മണിക്കൂറോളം മക്കളോടൊപ്പം ചെലവഴിക്കാൻ. ഉപരാഷ്ട്രപതിയായിരുന്നു അത്? വെങ്കയ്യ നായിഡു സാറ്. അതെ, ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ 1 മണിക്കൂറോളം കുട്ടികളോടൊത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തി. അതുപോലെ തന്നെയാണ് കേരള ഗവർണർ. നമ്മളൊരു ആവശ്യം വരുമ്പോൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, സാറേ ഐ ക്യാൻ കം എനി ടൈം ഓർ ഐ ക്യാൻ ഗെറ്റ് എൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ, ക്വൈറ്റ് ഈസി ഫോർ മീ പ്രോബബ്ലി, ബട്ട് എന്നെ ഇത് ഒരിക്കലും ഇങ്ങനൊരു വിഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞ് ഉണ്ടായത് കൊണ്ട് മാത്രം ഉൾവലിഞ്ഞു പോയിട്ടുള്ള ഒരമ്മ, ആ അമ്മയ്ക്കാണ് ഒരു മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിലേക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തതെന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അതായിരിക്കും ആ അമ്മയെ. അതും ഈ ഒരു കാര്യത്തിൽ വലിയൊരു വ്യത്യസ്തതയായിരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇപ്പോൾ പലരും ഈ സ്പെഷ്യൽ സ്കൂളുകളിലും മറ്റും ഇത്തരം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ പുനരുജ്ജീവിപ്പിക്കുന്ന അത്തരത്തിലേക്കൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരെ കാണാം. പക്ഷേ ഇവരുടെ അമ്മമാരെ കുറിച്ച് കൂടി ചിന്തിച്ച് അവരെ എങ്ങനെയാണ് നമുക്കൊരു ശാക്തീകരണം നൽകാൻ കഴിയുക എന്ന തരത്തിലേക്ക് കൂടി ചിന്തിക്കുന്നവർ വളരെ കുറവാണെന്ന് തോന്നുന്നു. അത്തരത്തിലേക്ക് കൂടി ചിന്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഡോക്ടർ നടത്തുന്നു എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ അമ്മമാർ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ തങ്ങൾക്കുണ്ട് എന്നത് തുറന്നു പറയാൻ മടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള മനസ്സിലാക്കി അതിൽ നിന്നൊക്കെയാണോ അങ്ങനെ ഒരു തോന്നൽ വന്നത്? ഞാൻ ഒരുപാട് അമ്മമാരെ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറയപ്പോൾ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി എന്നോട് സ്ത്രീ ശാക്തീകരണം ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, ഏതെല്ലാം ജില്ലയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ മിനിസ്ട്രി പറഞ്ഞത് അത് വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നാണ്. അപ്പോൾ മലപ്പുറമാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അവരും ചോദിക്കരുത് എന്തുകൊണ്ട് മലപ്പുറം എന്ന്. മലപ്പുറത്തിന് കാരണമുണ്ട്, 96,000 ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ അവിടെ നിന്നാണ്, ഏതാണ്ട് 100,000-ഓളം വരുന്ന കുട്ടികൾ. അപ്പോൾ ഈ 100,000-ഓളം വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ അമ്മമാർ തീർച്ചയായിട്ടും ജോലി ഉണ്ടായിരുന്നവരുണ്ടായിരിക്കാം, ജോലിയില്ല ഉള്ളവരൊക്കെ പലരും അത് റിസൈൻ ചെയ്തുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കേണ്ടി വരുന്ന ഒരുപാട് അമ്മമാരുണ്ട്. മറ്റൊരു ചിന്ത, ഏത് ഒരു അമ്മയ്ക്കും, എനിക്ക് 3 മക്കളാണ് കേട്ടോ, തീർച്ചയായിട്ടും ഒരു അമ്മയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. നമ്മുടെ മക്കളെ കുറിച്ചുള്ള നാളെ അതാണ് എപ്പോഴും ചിന്ത. ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ ഒരു പക്ഷേ പാരൻറ്റിൽ നിന്ന് തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. ഈവൻ നിക് വിജസിക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നോട് ഒന്ന് താരതമ്യപ്പെടാൻ, ഒന്ന് അനുരഞ്ജനപ്പെടുവാൻ അത് 6 മാസമെങ്കിലും എടുത്തുനിന്ന്. കാരണം നോക്കിയിരുന്ന് ഉണ്ടായ കുഞ്ഞ് അതിനെന്തെങ്കിലും ഒരു വൈകല്യമുണ്ടെന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിലേക്ക് എടുക്കുവാൻ പാരൻസിന് പറ്റായികയാണത്. കാരണം നിൻ്റെ പേരിടണോ, എൻ്റെ പേരിടണോ, നിന്നെ പോലെ ഇരിക്കുമോ, എന്നെ പോലെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കുഞ്ഞുമക്കളെ നോക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു വിഷമം കുറേ നാൾ എല്ലാവരോടും പറയും എൻ്റെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർ സ്വയം ആ സമൂഹത്തിൽ നിന്ന് വിഡ്രോ ചെയ്യും. അതായത് പാരൻസും കുട്ടികളും ഉൾപ്പെടെ
എനിക്കറിയാം പല പാരൻസും ജില്ലകൾ മാറി താമസിക്കുന്നു. എറണാകുളം ജില്ല അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. പല ജില്ലകളിൽ നിന്നും മാറി താമസിക്കുന്നവർ, അതുപോലെ തന്നെ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾ, ഇതിൻ്റെ അകത്തൊരു 50% നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാരൻ്റ് മാത്രം നോക്കുന്ന കുട്ടികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കൾ അവരെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായും പറ്റുന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ്. അങ്ങനെയാണ് നമ്മൾ 2.5 മണിക്കൂർ നീളുന്ന ഒരു സ്ത്രീ ശാക്തീകരണ പ്രോഗ്രാം 80ഓളം വരുന്ന കുഞ്ഞുമക്കൾ നിരന്ന് അമ്മമാരോട് പറയുന്നതാണ് സ്ത്രീ ശാക്തീകരണം വേണം. നാരി ശക്തി മഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഡാൻസ് ഡ്രാമയൊക്കെ പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് നാളെ എൻ്റെ കാലശേഷം എന്ന് ചോദിച്ച ഒരുപാട് അമ്മമാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ല, ഇവർക്കും ഒരുപാട് കഴിവുകളുണ്ട്, ഇവർക്കും ഇതുപോലെ മുന്നിലേക്ക് വരാൻ പറ്റും. അതിന് വേണ്ടത് കുഞ്ഞു കുഞ്ഞു സപ്പോർട്ടാണ്. ഒരു ആർട്ട് ഓഫ് ലിവിങ്, എങ്ങനെ ജീവിക്കണം ഈ സമൂഹത്തിൽ നിന്ന് പറഞ്ഞുള്ള ആ പറഞ്ഞു കൊടുക്കൽ, അവരെ വീണ്ടും വീണ്ടും അതിനുള്ള പരിശീലനം നടത്തൽ, അതൊക്കെ തന്നെയാണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. പക്ഷെ എത്രത്തോളം, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കറിയാം ഈ അമ്മമാരൊക്കെ എന്തുകൊണ്ടാണ് അവർ ഉൾവലിഞ്ഞു പോകുന്നത്? ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് ഇവരോട് കാണിക്കുന്ന ആ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമില്ല. ഇവരെ മാറ്റി നിർത്താതെ ഇവർ നമ്മളോടൊപ്പം കൂടേണ്ടവരാണ് എന്ന ബോധം ഏറ്റവും ആദ്യം വേണ്ടത് സമൂഹത്തിനല്ലേ? സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഇറ്റ്സ് മച്ച് ഈസിയർ. എല്ലാവരും ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവില്ല എന്ന് ധരിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്, ഈ മക്കളോട് പറയുകയാണ്, യു നീഡ് നോട്ട് ഹിയർ എനിത്തിങ്, നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾ മുന്നോട്ട് പോയ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഈ ലോകത്തോട് മുഴുവനും ഇത് ഡിഫറെൻ്റ്ലി ഏബിൾ, നമ്മൾ പലതരത്തിൽ ഇവരെ മാറ്റി മാറ്റി പേര് വിളിച്ചു എന്നല്ലാണ്ട്, ഈ അടുത്തൊരു ഉണ്ടായ അനുഭവം, ഇത്രയൊക്കെ കാലം മാറി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും വണ്ടിയെടുത്ത് എൻ്റെ കൂടെ ഒരുപാട് കുഞ്ഞുമക്കൾ ഇതുപോലെ അമ്മമാരും ഒക്കെ ആയിട്ടാണ് നമ്മൾ യാത്രയിലാണ്. അപ്പോൾ വണ്ടി നിർത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കുട്ടികളെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ എത്തിയിട്ട് ഞാൻ നിർത്തിക്കോളാം, കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളാണ് എന്ന് പറഞ്ഞു. നിന്നൊരു പോലീസുകാരന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവസാനം പറഞ്ഞത് ഡിസേബിൾഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട്, ആണോ എന്നാ മേഡം വണ്ടി എടുത്തോ എന്ന്. അപ്പോൾ എത്ര തരത്തിൽ നമ്മൾ എത്ര ഓമന പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡിനെ മാറ്റുന്നതിനേക്കാൾ കുട്ടികളോടും അമ്മയോടും പറയാണ്, ഇല്ല നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് നിങ്ങളുടെയും കൂടി ചേർന്ന സമൂഹമാണെന്ന് പറയുമ്പോൾ അവർ കൂടെ നടക്കാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാണ്ടിരിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ശരിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നീട് 2011 ഒരു സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് എന്നൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്ന ഒരു NGO അല്ലേ? അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അതിന്റെ പേട്രൺ എന്നൊക്കെ പറയുന്ന കളക്ടർ അടക്കമുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, തീർച്ചയായിട്ടും. അത് തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, സോഷ്യലൈസിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു സോഷ്യലൈസിങ് വർക്ക് മാത്രമല്ല, ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു 20 ലക്ഷത്തോളം വരുന്ന ഒരു സോക്കോൾഡ് നോർമൽ കുട്ടികൾക്ക് ഇവിടെ ഒരു ചിൽഡ്രൻസ് ഡേ ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുമക്കളെ അതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടില്ല. അതിന് പറയുന്ന റീസൺസ് അവർക്ക് നടക്കാൻ പറ്റില്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. വേണ്ട, അവർ നടക്കണ്ട. അതിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടിയിട്ടൊരു ശിശുദിനമായിട്ട് ഒരു ഫുൾ ഡേ യുണീക്ലി മീ, ഞങ്ങളുടെ മോട്ടോ തന്നെ അതാണ്, ഐ ആം ഡിഫറെൻറ്റ് നോട്ട് ലെസ്. ഞങ്ങൾ കുറച്ച് ഭിന്നരാണ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒട്ടും കുറവുള്ളവരല്ല. അപ്പോൾ ഞങ്ങൾക്കും അതേ ദിവസം തന്നെ ഒരു ഇൻ ഹൗസ് ഒരു ഫുൾ ഡേ ഞങ്ങളത് കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിട്ടും അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഫുൾ ഡേ ഫുഡ്, ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ദിനമായി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നീട് നമ്മൾക്ക് മനസ്സിലായി, ഒരുപാട് കുട്ടികൾ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നത് അവർ കിടപ്പ് രോഗികൾ എന്നാണ് പൊതുവേ പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ള, ഒരു പക്ഷേ ഈ കിടപ്പ് രോഗികളെ വീൽ ചെയറിലേക്ക് മാറ്റുവാനോ വീൽ ചെയറിലുള്ള മക്കളെ എഴുന്നേറ്റ് നടത്താനൊക്കെ പറ്റുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അവരുടെ ശേഷികളെ മാത്രം നമ്മളൊന്ന് ആശ്രയിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ക്യാമ്പുകൾ നടത്തി പലപ്പോഴും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ഒരു ഗേറ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ചിലപ്പോൾ ഒരു ആങ്കിൾ നീ ഫുട്ട് ഓർത്തോസിസിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ഒരു വീൽ ചെയറിലുള്ള മകനെ അല്ലെങ്കിൽ മകളെ നടത്താൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയാണ് ഒരു എക്യുപ്മെൻറ്റ് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ജില്ലാ കളക്ടർ
നമ്മുടെ ചീഫ് ചെയർമാൻ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലാവും അത് മാത്രമല്ല, അവർക്ക് ഈ സമൂഹത്തിൽ നാളെ എൻ്റെ കാലശേഷം എന്ത് ചോദിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ പാരൻസിന് ഒരു ഉത്തരം വേണം. ഈ സമൂഹത്തിൽ അവന് ജീവിക്കാനായിട്ട് അറിയണം. അങ്ങനെയാണ് മറ്റ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പോൾ മാളിലാണെങ്കിലും നമ്മൾ റിലീസ് ഷോയ്ക്ക് പോലും പോകും, സിനിമാ തിയേറ്ററിലാണെങ്കിലും, അല്ലെങ്കിൽ ഈവൻ ഫിഫ വേൾഡ് കപ്പ് വന്നപ്പോഴും ഏത് നാഷണലോ ഇൻ്റർനാഷണൽ പ്ലേയോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കുട്ടികളെയും കൂടി അതിന് മുന്നിലിരുത്തിക്കൊണ്ട് അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. തീർച്ചയായും അതിനൊക്കെ വേണ്ടി താങ്കൾ ചെയ്യുന്ന ആ ഒരു പ്രയത്നം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല, മഹത്കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുകയാണ്. അതുപോലെ തന്നെ രാജ്ഭവനിൽ ഗവർണർ എല്ലാ തവണയും താങ്കളെ ക്ഷണിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി താങ്കൾ അതിന് പോകാതെ പകരം ഈ കുട്ടികളെയും അമ്മമാരെയും അങ്ങോട്ട് വിടുന്നു എന്ന് പറയുമ്പോൾ അതും തീർച്ചയായും വലിയൊരു കാര്യമാണ്. ഈ വർഷം ഞാൻ അവരുടെ കൂടെ പോയിരുന്നു. കാരണം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് 20 മക്കളെയും അമ്മമാരെയും കൂടി കൊണ്ടുവരാനും ഞാനും കൂടി വരണം എന്നുള്ളൊരു നിർബന്ധത്തിൽ അങ്ങനെ ഒരു സംവിധാനം രാജ്ഭവൻ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഞാൻ പോയിരുന്നു. അതൊരു വലിയ പ്രൗഡ് മൂമെൻ്റാണ്. ഓരോ അമ്മയും ഈ മക്കളുണ്ടായതുകൊണ്ട് ഗവർണറുടെ കയ്യിൽ നിന്ന് ഞാനൊരു സമ്മാനം മേടിക്കുന്നു, രാജ്ഭവനിലേക്ക് എന്നെ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന അമ്മയുടെ ഒരു പ്രൗഡ്, അതൊരു വലിയ ആറ്റിറ്റ്യൂഡാണ്, ഒരു വലിയ അത് തന്നെയാണ് താങ്കളുടെ ഏറ്റവും വലിയ സ്വപ്നവും എന്നും എനിക്കറിയാം. അതായത് ഞാനൊരു ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ അമ്മയാണ് എന്ന അഭിമാനത്തോടെ ഒരു സ്ത്രീ പറയുന്ന, ഒരു അമ്മ പറയുന്ന ആ ഒരു കാഴ്ച കാണുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നടന്ന് പോവുകയാണ് താങ്കൾ, ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് താങ്കൾ. എല്ലാ ആശംസകളും 24/3 നേരുകയാണ്. വീണ്ടും അടുത്ത അതിഥിയുമായി നാളെ കാണാം. നമസ്കാരം. Watching 24 from News Headquarters, Kochi.